ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 50 പവൻ വരുന്ന, അത് 50 പവൻ എന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു മുസ്ലിം കാറ്റഗറിക്ക് പറ്റുന്ന കുറച്ച് ഓർണമെൻറ്റ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഒരു 50 പവനിൽ അല്പം സിമ്പിളായിട്ട് എന്നാൽ ഒരുവിധം എല്ലാ ടൈപ്പും വന്നിട്ടുണ്ട് കേട്ടോ. ഹെവി ആയിട്ടുള്ള ചോക്കർ നെക്ലേസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത് നമ്മളുടെ ഒരു പ്രിയപ്പെട്ട കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പാറ്റേൺ. ഇത് 3 ടോണൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു നെക്ലേസാണിത്. അതുപോലെ തന്നെ പോട്ട സ്റ്റോൺസും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 കോൺസെപ്റ്റ് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു പീസാണിത്. അപ്പോൾ സിമ്പിളാണ്, എന്നാൽ നമ്മൾക്ക് ഏതൊരു സന്ദർഭത്തിലും ഇടാവുന്ന പോലെ പറ്റിയ രീതിയിലുള്ള. പിന്നെ ഇതാ നോക്കൂ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ടോൺ വിത്ത് റൂബി എന്നാൽ ഗോൾഡൻ ഫിനിഷും കൂടെ വരുന്നത്. നല്ല കട്ടിങ്ങൊക്കെ കൊടുത്തതാ. ഇവിടെയൊക്കെ നല്ല കട്ടിങ് അടിച്ചിട്ട് ഒരു ലൈറ്റിൽ ഭയങ്കരമായിട്ട് ഗ്ലയർ ചെയ്യുന്ന ടൈപ്പ് അങ്ങനെ ഒരു ഓർണമെൻ്റാണ്. ഇതൊക്കെ നമുക്ക് എവിടെ വേണേലും, പിന്നീടാണേലും മാരേജിന് ശേഷമാണേലും. പിന്നെ ഡംബൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് അതിൻ്റെയൊക്കെ ഒരു പഴയ ഡംബൽ മാലയുടെയൊക്കെ ഒരു പുതിയ വേർഷനാണ്. ഇത് നമുക്ക് സിംഗിൾ ലെയറിൽ ചെയ്യാം, ഡബിൾ ലെയറിൽ ചെയ്യാം, 3 or 4 ഇനി എത്ര ലെയർ വേണമെന്ന് വെച്ചാലും നമ്മൾ എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ഈ കളർ ടോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇനി അടുപ്പിച്ച് കളർ ടോൺ കൊടുക്കണമെങ്കിൽ വൈറ്റ് ഗോൾഡ്, ഇതിപ്പോൾ വൈറ്റ് ഗോൾഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയല്ല 3 ടോൺ ഇതുപോലെ നമുക്ക് 3 ടോൺ ഫിനിഷ് കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് 3 ടോൺ ഫിനിഷും കൊടുക്കാവുന്ന. ഇപ്പോൾ ഒന്ന് ഇടവിട്ട് ഒരു ഗോൾഡൻ, ഒരു 3 ടോൺ, ഒരു വൈറ്റ് റോഡിയം, അങ്ങനെ ഏത് രീതിയിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലെയിൻ ഗോൾഡിൽ സെറ്റ് ചെയ്യാം, ലെയർ കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെയുള്ള എന്ത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം കേട്ടോ. പിന്നെ ആൻറ്റിക്ക് ആക്കണമെങ്കിൽ ആൻറ്റിക്കും ആക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് ആൻറ്റിക് വേണം, ഇനി 3 ടോൺ അല്ല ഇഷ്ടം, ആൻറ്റിക് പീസാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ഒരു അല്പം ഹെവിന്ന് പറയാം, എന്നാൽ ഓവർ ഹെവി അല്ലതാണ്. നമുക്കൊരു 50 പവനിലെന്ന് വരുമ്പോൾ ഒരു ഏറ്റവും കൂടിയ നെക്ലേസസ് എല്ലാം കൂടി ഒരു 30ഓളം പവനൊക്കെ വരുന്ന ഒരു പൊലിമ, അത്രയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓവർ അല്ലാത്ത ഒരു 4 സെറ്റ് പിന്നീട് ഉപയോഗിക്കാവുന്ന രീതിയിലൊക്കെ വരുന്ന ഒരു 4 പീസ്. ഇത് 3 ടോൺ വർക്കാണ് കേട്ടോ. റൂബി കളർ AD സ്റ്റോണാണ്. നമ്മൾ ഗോൾഡിൽ യൂസ് ചെയ്യുന്ന അതേ ടൈപ്പ് സ്റ്റോൺസ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു നെക്ലേസിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു കമ്മലുമാണ് 3 ടോൺ വരുന്ന റൂബി ക്രിസ്റ്റൽ ഹാങ്ങിങ്ങുമായിട്ട് അതേ ഒരു സെയിം ലോക്കറ്റിൻ്റെ അതേ ടൈപ്പിലുള്ള ഒരു വർക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിന് ഓപ്ഷണലായിട്ട് ഇനിയിപ്പോൾ ജിമുക്ക വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനൊക്കെ നമുക്ക് സെറ്റായിട്ട് അതിൻ്റെ കമ്മലും കൂടെ ഉള്ളതാണ് കേട്ടോ. ഡംബൽസിനാണെങ്കിലും ഡംബൽ വെച്ചിട്ടുള്ള കമ്മലുണ്ട്, അതുപോലെ ഈ നെക്ലേസിനാണെങ്കിലും യോജിക്കുന്ന രീതിയിലുള്ള കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ഈ ഒരു 50 പവൻ പൊലിമ തോന്നുന്ന ഒരു സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റ് നമ്മൾ സ്റ്റഡ്സും എല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഒരു നമ്മൾക്ക് മനസ്സിലാവണമല്ലോ എത്രത്തോളം അതിന് വേണ്ടി വരും എന്നുള്ളത്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് 2 സിമ്പിളായിട്ടുള്ള റെഗുലർ വെയർ, എന്നാൽ ഇത് കുറച്ച് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം, കുറച്ച് വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള ഇതാണ്. ഇത് ഡബിൾ ടോണാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വൈറ്റും ഗോൾഡും കൂടിയിട്ട് കട്ടിങ്ങൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ. എന്നാൽ ഇതിൽ ഇനിയിപ്പോൾ 3 ടോൺ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഇനി അല്ല വേണ്ടത് അതിനൊരു ഗേരു ഫിനിഷ്, മഡ് ഫിനിഷ് വേണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് 2 സൈഡിലും നമ്മൾ തിന്നായിട്ടുള്ള വള കൊടുത്തിട്ട് അല്പം ബ്രോഡായിട്ടുള്ള എക്കാലോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള നേരത്തെ മുതലുള്ള പാറ്റേൺ ആണോ എന്ന് ചോദിച്ചാൽ അതിനോട് സാമ്യമുള്ള രീതിയിൽ ഉള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു സെറ്റായിട്ട് ഓവറായിട്ട് ബാംഗിൾസ് ഒന്നുമില്ല, അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു വീതിയുള്ള ബാംഗിൾ വെച്ചത്
നമ്മുടെ ഈ ഒരു ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ അധികം വീതിയൊന്നും വരാത്തതാണ് കേട്ടോ. ഇത് രണ്ട് സൈഡിലും എന്താ ഇങ്ങനെ ഒരു കട്ടിങ് ഒക്കെ ഉള്ള. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കളർ ടോൺ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ബാംഗിൾസിലെല്ലാം നമ്മൾക്ക് കളർ ടോൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബാംഗിളിൻ്റെ ആണെങ്കിലും നമുക്ക് ഇതിലും വീതി കൂടിയത് സെയിം പാറ്റേൺ ബാംഗിൾ ഉണ്ട്. അത് വേണേൽ നമ്മളുടെ വെയിറ്റ് പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിനാണെങ്കിലും അതെ, ഇത് 2 ലെയറാണ് വരുന്നത് ഈ ഒരു മോഡൽ. ഇപ്പോൾ ഇതിൽ വരുന്നത് 2 ലെയറാണ് വരുന്നത്. മറിച്ച് ഇതാ ഇത് എൻ്റെ 2 ലെയർ അത്രയും വീതിയിൽ വരുന്ന ബാംഗിളും ഇതിൻ്റെ തന്നെ ഉണ്ട്. ഇനി 3 ലെയർ വരുന്നത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഇത് സിംഗിൾ പീസായിട്ട് തന്നെ ഇങ്ങനെ 4 ഇത്രയും വീതിയിൽ വരെ വരുന്നത് നമ്മൾ ഒരൊറ്റ വളയായിട്ട് ഇതാ ഇതും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതിലും നമുക്ക് ഈ കട്ടിങ്ങിലൊക്കെ നമുക്ക് വേണേൽ വൈറ്റ് റോഡിയോ 3 ടോണോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വളയാണെങ്കിലും അതെ, ഇതിലും നമ്മൾക്ക് ഈ കട്ടിങ്ങിൽ നമുക്ക് വേണേൽ 2 ഷെയ്ഡ് അല്ലെ 3 ഷെയ്ഡ് എല്ലാം ചെയ്യാവുന്ന. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ ബാംഗിൾസും എല്ലാം കൂടെ കൊണ്ടിട്ട് നമ്മൾക്ക് ഏകദേശം ഒരു 20 പവൻ്റെയൊക്കെ പൊലിമ തോന്നുന്ന രീതിയിലുള്ളതാണ് ബാംഗിൾസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഒരു 27 അല്ലെങ്കിൽ 30 അടുത്ത് വരുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരു പാദസരം വെച്ചിരിക്കുന്ന ഒരു ഏകദേശം ഒരു 20 ഗ്രാമിൻ്റെയൊക്കെ ഒരു പൊലിമ വരുന്നത് അല്പം വലുത് തന്നെയാണ് കേട്ടോ. കാരണം ഒരു മുസ്ലിം കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ചിലർക്ക് ഇഷ്ടം അല്പം ഇങ്ങനെ വീതി ഉള്ള. എന്നാൽ ഇതിപ്പോൾ വീതി ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ കട്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടോ, നല്ല കട്ടിങ്ങും. അപ്പോൾ ഒരു ഫങ്ഷണൽ പാർട്ടി വെയറൊക്കെ ആയിട്ട്. ഇനി അതുപോലെ തന്നെ ഇതിൽ ചെറിയ ലോക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു മാലയോ നെക്ലേസോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്രയും നല്ലൊരു ഫിനിഷുള്ളൊരു വർക്കാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ റിങ് വെച്ചിരിക്കുന്നത് 2 റിങ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ, 2 കയ്യിലും ഇടാനായിട്ട്. ഇത് പഴയ കാലം തൊട്ടുള്ള ഒരു റിങ്ങാണ്. ഇത് എന്താ പറയുക, ഇതിന് ഒരു പ്ലെയിൻ റിങ് എന്നാണ് ഈ റിങ്ങിന് സാധാരണ പറയാറുള്ളത്. പ്ലെയിൻ റിങ് അല്ലെങ്കിൽ ഒഴുക്കൻ റിങ് എന്നൊക്കെ പറയുന്നതാണ്. ഇതിൻ്റെ മുകളിൽ തന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ തോടിച്ച് നിൽക്കുന്ന, അതായത് മുകളിൽ വീതി കൂടിയിട്ട് വീതി കുറഞ്ഞു വരുന്ന ഒരു ടൈപ്പുണ്ട്. ഡെയിലി വെയർ ആയിട്ട് അഴുക്കൊന്നും കയറുമൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള, സ്ഥിരമായിട്ട് കയ്യിൽ കിടന്നാലും വലിയ കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു റിങ്ങാണ് കേട്ടോ. അങ്ങനെ 2 റിങ്സാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഈ സെറ്റ് ഒരു 50 പവൻ എന്ന് പറയാവുന്ന പൊലിമയിലുള്ള സെറ്റാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ അരപ്പട്ടയൊന്നും ശരിക്ക് ആ ഒരു 50 പവൻ എന്ന് പറയുന്നതിൽ ഒതുങ്ങില്ല. അരപ്പട്ട അല്ലെങ്കിൽ അതുപോലുള്ള അത് തിന്നാവാം, തിക്കായിട്ടുള്ളതാവാം, വേറെ ഒത്തിരി പാറ്റേൺസ് ഉണ്ട് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ചേരുന്ന. ഇനി അതിൽ ഹാങ്ങിങ്സ് ഒക്കെ ഉള്ള ഇഷ്ടംപോലെ ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ടുള്ള അരപ്പട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സിമ്പിളാണ്. ഇതിൽ ജസ്റ്റ് ഒരു ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പട്ടയും കൂടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അരപ്പട്ടയോ നമ്മൾക്കിത് നെക്ലേസ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാട്ടോ. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നെക്ലേസ് ആയി. അപ്പം ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല എങ്കിലും വേണമെങ്കിൽ നെക്ലേസ് ആയിട്ടും കൂടെ ഉപയോഗിക്കാവുന്നതുകൊണ്ട് അരപ്പട്ടയായിട്ട് നെക്ലേസ് ആയിട്ട് 2 യൂസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് വാങ്ങാവുന്നതാണ്. അപ്പം ഞാൻ ഇത്രയും വിശേഷങ്ങളൊക്കെ ഈ ഓർണമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഒന്നും സത്യം പറഞ്ഞാൽ റേറ്റ് പറയാൻ വിട്ടുപോയി. ഇത് നമുക്ക് ഈ ഫസ്റ്റ് നെക്ലേസ് ഒരു 6800 7000 രൂപയൊക്കെ വരുന്ന നെക്ലേസാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലോക്കറ്റ് എല്ലാം ഉൾപ്പെടെ, ലോക്കറ്റ് സ്റ്റഡും എല്ലാം ഉൾപ്പെടെ വരുന്ന ഈ സെറ്റിന് 7200 രൂപയൊക്കെയാണ് വരുന്നുള്ളൂ. ഇത് ഒരു 8000 റേഞ്ചിൽ വരുന്ന 8000 എബോവ് വരുന്നതാണ്. ഈ ഒരു നെക്ലേസും 8000 എബോവ് ഒക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ വള, ഈ വള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3000 താഴെയാണ് ഈ വളകൾ വരുന്നത്. അതേപോലെ തന്നെ ഈ വളയാണ് ഒരു 3200 രൂപയൊക്കെ വരുന്ന വളയാണ് കേട്ടോ, വീതിയുള്ള വള. ഇത് ഈ റോഡിയം ചെയ്ത വളയ്ക്ക് ഒരു 3000 തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന വളയാണ് കേട്ടോ. പിന്നെ
ഈ വിളക്കാണെങ്കിലും ഒരു 2200 രൂപയൊക്കെ റേഞ്ച് വരുന്നതാണ്. അതേസമയം ഈ വരുന്ന 6 വളകൾ 2 ഡിസൈൻ ഉണ്ട് കേട്ടോ. ഈ വിളക്ക് ഒരു 2000 താഴെ 1900 രൂപയൊക്കെ റേറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ സെറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഈ നെക്ലേസുകൾ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഒരു 30,000 രൂപയുടെ ആണ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇത്രയും ഈ വളകളെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട് ഒരു 25,000 ആണ് വരുന്നത്. പിന്നെ ലെഗ് ചെയിൻ വരുന്നത് ഒരു 6,000 എബവ് ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. കൂടാതെ ഇതിൽ ഈ ഒരു മോതിരത്തിന് വരുന്ന റേറ്റ് 1000-1200 റേഞ്ചിൽ വരുന്നതാണ്. ഇതൊരു 1400 1500 ഇടയ്ക്ക് വരുന്ന ഒരു റേറ്റിലാണ് GST എല്ലാം അടക്കം വരുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഈ ഓരോ ഓർണമെൻറ്റ്സിൻ്റെ റേറ്റും കൂടി അറിയണ്ടേ. ഇത് നമുക്ക് ഒരു 65,000 വരുന്ന ഒരു 50 പവൻ പൊലിമ തോന്നുന്ന നെക്ലേസിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.